വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെങ്ങോട്ടാ പോണേക്കാം? നമ്മളുള്ള വെസ്റ്റ് ഹാമിലാണ്. DLR ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. നമ്മളിപ്പോൾ പോകാനുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമിറേറ്റ്സ് കേബിൾ കാറിൽ ഗ്രീൻവിച്ചിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. പിന്നെ അവിടുന്ന് ഗ്രീൻവിച്ച് മാർക്കറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ചുമ്മാ ഒന്ന് കറങ്ങാമെന്നുള്ള പരിപാടിയാണ്. ഫുഡ് കഴിക്കാം. ഇന്ന് ഡേ ഓഫാണ് ഞങ്ങൾ രണ്ടുപേർക്ക്. വീക്കെൻഡ് ആണല്ലോ, അപ്പോൾ എങ്ങനെ വാങ്ങിയതാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് അൽമസാർ എന്ന് പറഞ്ഞൊരു ലെബനീസ് റെസ്റ്റോറൻറ്റിലാണ്. ഇത് വരുന്നത് റോയൽ വിക്ടോറിയയിലാണ്. അപ്പോൾ ഈ കേബിൾ കാറിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ഷവർമ കിട്ടുക. മുന്നേ കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി വീണ്ടും. അപ്പോൾ ഇവിടെ ലാം ഷവർമ അതുപോലെ തന്നെ ചിക്കൻ ഷവർമയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇവർക്ക് മിസ് ഗ്രിൽസും അതുപോലെ തന്നെ കബാബും ടിക്ക അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവരുടെ മെനുവിൽ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഷവർമ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് റോയൽ വിക്ടോറിയയിലാണ്. നമ്മളിപ്പോൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോവാണ്. ലണ്ടനിൽ എത്തിയിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേബിൾ കാറിൽ പോകാൻ വേണ്ടി പോകുന്നത്. കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഓഫ് ഡേ ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് റോയൽ വിക്ടോറിയയിൽ. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് അറബ്സാണ് കൂടുതലുള്ളത് തോന്നുന്നുണ്ട്. നമ്മൾ നല്ലൊരു ഷവർമ ഒക്കെ കഴിച്ച് അടിപൊളി ഷവർമ കഴിച്ചു. ഇവിടെ ഒരു അൽമസാർ എന്ന് പറഞ്ഞ ഒരു അറബിക് റെസ്റ്റോറന്റ്. അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. റെസ്റ്റോറന്റിന്റെ പേരൊക്കെ ഞാൻ പറയാം. നമ്മൾ 100 പ്രാവശ്യം കൂടെ പോകുന്നുണ്ടാവും. ആ ടൈമിൽ എടുക്കാം. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമിൽ പോകുമ്പോൾ തന്നെ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് അറിയില്ലല്ലോ നമുക്ക്. അത് കാരണം കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അടുത്ത പ്രാവശ്യം കാണിക്കാം നിഷ. നല്ല ക്ലൈമറ്റ് അല്ലേ? നല്ല അടിപൊളി ക്ലൈമറ്റ്. നല്ല സൺലൈറ്റ് ഉണ്ട്. ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇല്ല, ഭയങ്കരമായിട്ട് വെയിലുണ്ട് കേട്ടോ. മഴ ആയിരുന്നു ഉച്ചക്ക്. പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ മഴ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല സൺലൈറ്റും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വെതർ. അതിന്റെ വ്യൂ ഒക്കെ കാണിക്കരുത്. നല്ല രസമുണ്ട്. ഇവിടെ നമ്മളെ ബാക്കിൽ കണ്ടില്ലേ, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ലേ? നമ്മളെ ബാക്കിൽ തന്നെ ഒരു കായലുണ്ട്. കാണിച്ചാൽ കണ്ടില്ലേ ബാക്കിൽ ആയിട്ട് കാണുന്ന. പിന്നെ ഒരു കപ്പൽ എടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെയൊക്കെ ഇതാ ബാക്കിൽ ആണ് കേബിൾ ഉള്ള എമിറേറ്റ്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ എല്ലാം വ്യൂ ഞങ്ങൾ ബാക്ക് ക്യാമറ ആക്കി കാണിച്ചതേ. നമ്മുടെ ഗിംബിൾ വെച്ചിട്ട് എടുക്കുന്നത്. അതാണത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ആ കാണുന്നതാണ് കേട്ടോ കേബിൾ കാറിൽ. അതിലാണ് ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഈ കേബിൾ കാറിൽ നമ്മൾ പോകാൻ പോകുന്നത് സൂം ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ല, സൂം ഔട്ട് ചെയ്യുമ്പോൾ കണ്ടില്ല ഒരുപാട് ലോങ്ങിലപ്പുള്ള. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കാരണം നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ്. നമ്മൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കേബിൾ കാറിൻ്റെ അങ്ങോട്ടേക്കാണ് നമ്മൾ എത്തുക.
മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഈ കേബിൾ കാർ. ഇപ്പോൾ ഞാൻ ലണ്ടനിൽ ഇപ്പോൾ 3 വർഷമായി, ഇതുവരെ ഈ കേബിൾ കാറിൽ കയറിയിട്ടില്ല. ഇന്ന് ഓഫായപ്പോൾ ഇങ്ങനെ ചുമ്മാ എന്താ ചെയ്യാൻ പുതിയ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കിയപ്പം ഇത് കണ്ടു, ഞങ്ങൾ വന്നു, ഒരുപാട് ഇഷ്ടമായി. ഭയങ്കര എക്സ്പീരിയൻസ് ഇല്ലേ, അതിൻ്റെ പോസിറ്റീവ് വിഷയം മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ ക്യാബിൻ്റെ അകത്ത് നമുക്കായിട്ടൊരു ക്യാബ് കിട്ടി. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ലണ്ടൻ ഫുൾ കാണാൻ നോക്കാം. നമ്മളിവിടെ ഗ്രീൻവിച്ചിലേക്ക് എത്തിയിട്ടുണ്ട്, റോയൽ വിക്ടോറിയന്ന്. ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ക്യാബിൻ്റെ ഇത് കാണിച്ചില്ലേ, അപ്പോൾ അതിവിടെ വന്ന് ഗ്രീൻവിച്ചിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ മുന്നിലാണ്. ഗ്രീൻവിച്ച് ഈ ക്യാബിൻ്റെ സ്റ്റേഷൻ്റെ മുകളിലുള്ള നമ്മുടെ തലൻ്റെ മുകളിലൂടെ കാണാം ക്യാബിൾസ് ഇങ്ങനെ പോകുന്ന കേബിൾ കാറുകൾ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ലണ്ടനിലുള്ള ആളുകൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ചിലപ്പം ഒരുവിധ ആളുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഇല്ലാത്ത ആളുകൾ എന്തായാലും ഒന്ന് വന്ന് നോക്കാം കേട്ടോ. എമിറേറ്റ്സ് ആണ് ഇതിനെ സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ എമിറേറ്റ്സ് കേബിൾ കാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഭയങ്കര ക്യൂട്ടാണ്, ഓരോ സ്മോൾ ബോക്സസ് ആയിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഇതിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാണ്, ഒരു ചക്രത്തിൽ കിടന്നിട്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ പതുക്കെ കറങ്ങും. അപ്പം അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ അതിൽ കയറണം സ്റ്റേഷനിൽ. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ ഓയിസ്റ്റർ കാർഡ്, അതേപോലെ തന്നെ കോണ്ടാക്ട്ലെസ് കാർഡ്, ഇതെല്ലാം ഈ സ്റ്റേഷനിൽ അക്സെപ്റ്റബിൾ ആണ്. എനിക്ക് തോന്നുന്നത് ഇത് £4 വൺ വേയും £6 ഗോയിങ് ആൻഡ് കമ്മിങ് ബാക്കും ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇങ്ങനെ പാർക്ക് പോലെ ഉണ്ട് ഇവിടെ, ആയിക്കോളെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് തന്നെ അവിടെ ഓറ്റുമാളും ഉണ്ട് അടുത്ത്. അപ്പോൾ വരാണെങ്കിൽ ഓറ്റൊക്കെ കണ്ട് നല്ല അറബിക് ഫുഡ് കിട്ടുന്ന ഷോപ്പുണ്ട്, അൽ മസാർ എന്ന് പറഞ്ഞിട്ട് അടിപൊളി അറബിക് ഫുഡ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് അറബിക് ഫുഡെല്ലാം കഴിച്ച് കേബിൾ കാറൊക്കെ കയറി ഗ്രീൻവിച്ച് പാർക്കിലും ഒക്കെ ഒന്ന് കറങ്ങി അടിപൊളി ഡേ ആക്കട്ടോ. ലണ്ടനിലുള്ളവർക്ക് പെട്ടെന്ന് വരാൻ പറ്റുന്ന ഒരു ഔട്ടിംഗ് ആണിത്. നമ്മുടെ ബാക്കിലൊരു തലയില്ലാത്തൊരു മനുഷ്യന്റെ ഒരു പ്രതിമ. അത് ഇങ്ങനെ തന്നെയാണോ അതോ പോയതായിരിക്കോ? പോയതല്ല, അത് ഇങ്ങനെ തന്നെയാണ്. അതൊരു ആർട്ടാണ്. കാണിച്ചു ഇത് തേംസ് നദിയാണെന്നാണ് പറയുന്നത്. ഈ തേംസ് നദിൻ്റെ ഒരു അറ്റത്താണ് റോയൽ വിക്ടോറിയ, നമ്മുടെ ഡോക്ക്ലാൻഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റിലാണ് ഈ കാണുന്ന നമ്മുടെ ഗ്രീൻവിച്ച്. അപ്പം ഈ കേബിൾ കാറിൻ്റെ സ്റ്റേഷന് അവിടെയും കാണുന്നുണ്ട്, ആ സൈഡിൽ. അപ്പോൾ അവിടെ നമ്മൾ ട്രെയിൻ കയറിയിട്ട് കേബിൾ കാർ കയറിയിട്ട് നേരെ വന്നിട്ട് ഇവിടെ ഈ ഗ്രീൻവിച്ച് ഇറങ്ങും. അതാണ് ഈ കേബിൾ കാർ ജേണി.
ഇത് ചില ആളുകളൊക്കെ ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്നുണ്ടാവും കേട്ടോ. കാരണം പെട്ടെന്ന് ഈ നദി കണ്ട് കടക്കാനുള്ളൊരു മാർഗ്ഗമാണല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഒരേ സമയം ട്രാൻസ്പോർട്ടും ആവും ടൂറിസ്റ്റും ആവും. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജ് ഉണ്ടാക്കുന്നതിന് പകരം ഒരുപാട് ആളുകളിപ്പം ബ്രിഡ്ജിലും ഇതിലൊക്കെ കയറി പോകുന്നതിന് പകരം ഇങ്ങനത്തെ കേബിൾ കാറിൽ കയറി പോകുമ്പം ഒരേ സമയം അതൊരു എൻജോയ്മെൻറ്റും ആണ്, അതേസമയം കാര്യം നടക്കുകയും ചെയ്യും. പെട്ടെന്ന് പരിപാടി ചെയ്യും. കണ്ടോ ഇനി അത് എത്ര പെട്ടെന്ന് ഒരു സിമ്പിളായി ക്രോസ് ചെയ്യണം നോക്കി കേബിൾ കാർ വെച്ചിട്ട്. ഭയങ്കര ഒരു കൺസെപ്റ്റാണിത്. നമ്മുടെ നാട്ടിലും ഒരുപാട് ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടല്ലോ, നദിയുടെ അപ്പുറം ഇപ്പുറമായും കിടക്കുന്നത്. എത്തിപ്പെടാൻ ഒരുപാട് ദൂരം നമ്മൾ മണിക്കൂർ കണക്കിന് യാത്ര ചെയ്യേണ്ട. ആ സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു കേബിൾ കാർ സംവിധാനം ഉണ്ടെങ്കിൽ ട്രാൻസ്പോർട്ട് ഒന്നും കൂടി എഫക്റ്റീവ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഓരോ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് അതെ ഓരോ ചിന്തകൾ ഇങ്ങനത്തെ കടന്ന് കയറാം. അപ്പോൾ അങ്ങനെ കയറിയ ഒരു തോട്ട് പങ്കുവെച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ O2 മോളിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. അവിടെ തന്നെയാണല്ലോ നമ്മുടെ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ലണ്ടൻ ബ്രിഡ്ജിലോട്ട് പോകണം. നമ്മൾ വിചാരിക്കുന്നത് ജസ്റ്റ് ഒരു വാക്കിന് പോവാം എന്നാണ് വിചാരിക്കുന്നത്. നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടാവും. നല്ല അടിപൊളി വെതറായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞു ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷൻ എന്ന് പറയുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന്. നമ്മളിപ്പോൾ പോകുന്നത് ടവർ ബ്രിഡ്ജിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ. ആദ്യം നമ്മളും ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ശരിക്കും ഇതിന് ടവർ ബ്രിഡ്ജ് എന്നാണ് കേട്ടോ പറയുക. ഇവിടെ ഒരുപാട് വലിയ IT കമ്പനീസൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുവിധം അറിയപ്പെടുന്ന കമ്പനിയൊക്കെ ഉണ്ട്. EY പോലത്തെ ഒരുപാട് കമ്പനീസൊക്കെ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ. നമ്മൾ നടന്ന് വരുമ്പോൾ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഞങ്ങൾ കറങ്ങിയതാ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ടവർ ബ്രിഡ്ജ് കണ്ടപ്പോൾ ഒരുപാട് ഓർമ്മകൾ മനസ്സിലോട്ട് ഓടി വന്നു. ആദ്യമായിട്ട് കാണുന്നതല്ല ടവർ ബ്രിഡ്ജ്, ഇതിന് മുന്നേ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കാണുമ്പോഴും ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് ഈ ടവർ ബ്രിഡ്ജും. അതുമാത്രമല്ല ഈ ഒരു പ്ലേസ് തരുന്ന ഒരു പോസിറ്റീവ് എനർജി ഒക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വെസ്റ്റ് മിനിസ്റ്റർക്ക് പോകാനുള്ള പ്ലാനാണ്, നടക്കുമെന്നറിയില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ടവർ ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്ന ഈ സ്ഥലം ചെറുപ്പം തൊട്ടിട്ടേ എൻ്റെയൊക്കെ ഉള്ളിലുള്ള ഒരു ഐക്കണാണ്. ഇപ്പോൾ ഈഫൽ ടവർ ബ്രിഡ്ജ്, ബുർജ് ഖലീഫ എന്നൊക്കെ പറയുമ്പോൾ ബുർജ് ഖലീഫ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വന്നത്, പക്ഷേ ടവർ ബ്രിഡ്ജൊക്കെ ഒരുപാട് കാലമായിട്ടുള്ളതല്ല. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ ഓരോ മൂവിയൊക്കെ കാണുമ്പം വേൾഡിലെ ഐക്കണായിട്ടുള്ള സ്ഥലങ്ങളല്ലേ ഈ ടവർ ബ്രിഡ്ജ്, താജ്മഹൽ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ണുകൊണ്ട് കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാണ്, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വന്നിരിക്കാറുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്ലിപ്പ് നിഷ വീഡിയോയിൽ കാണിക്കല്ലോ നമുക്ക്.
ശരിക്കും ഇത് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മളിത് കാണുമ്പോൾ വേറെ തന്നെ ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ പുതുതായിട്ട് ഒന്ന് കാണുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്താ പറയുക, ഡിഫറെൻറ്റ് കാഴ്ചകളും അതുപോലെ തന്നെ ആളുകളും എല്ലാം ഡിഫറെൻ്റാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് രാജ്യത്തുള്ള ആളുകൾ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ഔട്ടിങ്ങിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പ്ലേസുകൾ. ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 2 ദിവസം ഓഫായതുകൊണ്ട് അതിലൊരു ദിവസം നമ്മൾ ഇങ്ങനെ ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. ഒരു ദിവസം നമ്മൾ വീട്ടിലിരുന്ന് റെസ്റ്റ് ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ യൂഷ്വലി ചെയ്യാറ്. അപ്പോൾ ലണ്ടനിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കേബിൾ കാറും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കാണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ദിവസം മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണുന്നവരെ ബൈ.